പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 6-ാം തീയതി മാസാദി വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ സംരക്ഷണം ഉണ്ടാകട്ടെ. കർത്താവ്, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും, ഞങ്ങളിന്ന് പറയുന്ന വാക്കുകളെയും, ചെയ്യുന്ന ജോലികളെയും, പോകുന്ന സ്ഥലങ്ങളെയും, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും, ഇന്നേ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഇന്ന് മുഴുവനും ഞങ്ങളെ സംരക്ഷിക്കണമേ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാം വചനം ധ്യാനിക്കാം. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. യഹൂദർ യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് യേശു എന്ന് തിരിച്ചറിഞ്ഞ ഗ്രീക്കുകാർ അവിടുത്തെ അവരുടെ നാട്ടിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നതാണ് വചന പശ്ചാത്തലം. ജീവിത സഹനങ്ങളിൽ നിന്നും ഓടി ഒളിക്കുവാനുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വചനം. കർത്താവ് സഹനം ഏറ്റെടുത്തപ്പോൾ നമുക്കെല്ലാവർക്കും രക്ഷ ലഭിച്ചു. കർത്താവെ, ജീവിതത്തിലെ ഓരോ സഹനവും ഞങ്ങളുടെ മഹത്വത്തിന് കാരണമായി മാറും എന്ന് തിരിച്ചറിഞ്ഞ് അവിടത്തോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.